അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷയ്ക്ക് വന്ന താരീഖ്, അഖ്ലാഖ് എന്നീ വിഷയങ്ങളിലെ മുൻ വർഷത്തെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് അവിടെ 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഏതാണോ ശരി ആ ഓപ്ഷന് മാത്രം ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ താമസിച്ച വീട്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ, മൈമൂന റളിയല്ലാഹു അൻഹയുടെ. അപ്പോൾ ഏതാണ് അവിടെ ശരിയായ ആൻസർ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ മദ്ഹബിൻ്റെ പേര്. ഷാഫിഈ, മാലിക്കി, ഹംബലി. അപ്പോൾ ഷാഫിഈ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത്, ബദർ യുദ്ധം നടന്ന മാസം. റമളാനിൽ, ഷവ്വാലിൽ, റജബിൽ. റമളാനിലാണ്. അപ്പോൾ റമളാനിൽ എന്നുള്ളതിന് നേരെ ശരി ഇടുക. ഇനി നാലാമത്തെ ചോദ്യം, വലിയ പാപങ്ങളിൽ പെട്ടത്. വഞ്ചന, വ്യഭിചാരം, ചാരപ്പടി. ഏതാണ്? വ്യഭിചാരം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വ്യഭിചാരം എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തെ ചോദ്യം, സൽ സ്വഭാവത്തിൽ പെട്ടതാണ്. നോമ്പ്, സക്കാത്ത്, സത്യസന്ധത. ഏതാണ്? സത്യസന്ധത എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ആറാമത്തത്, അള്ളാഹു ഇതുകൊണ്ട് പരീക്ഷിക്കും. വിശപ്പ്, ദേഷ്യം, സഹനം. ഏതാണ്? വിശപ്പ്. അപ്പോൾ അതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, മുഅ്തദ് യുദ്ധത്തിൽ നോമ്പുകാരനായ ഷഹീദായ സ്വഹാബി. അപ്പോൾ മുഅ്തദ് യുദ്ധത്തിൽ നോമ്പുകാരനായി ഷഹീദായിട്ടുള്ള സ്വഹാബി ആരാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ആരാണ്? ജഅഫർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഓരോന്നിനും 3 വീതം മാർക്കാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ഉത്തരം എഴുതുക. രണ്ടാമത്തെ ചോദ്യം, ഉഹദ് യുദ്ധം നടന്നത് ഏത് മാസത്തിൽ? ഉത്തരം ഷവ്വാൽ മാസത്തിൽ. മൂന്നാമത്തെ ചോദ്യം, വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം? ഉത്തരം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാലാമത്തെ ചോദ്യം, ശുക്ർ എന്നാൽ എന്ത്? ഉത്തരം ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. അപ്പം അതിനാണ് എന്ത് പറയുക? ശുക്ർ എന്ന് പറയുക. അഞ്ചാമത്തത്, ദേശസ്നേഹം ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ്? ഉത്തരം സത്യവിശ്വാസിയുടെ. ആറാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ. സെരിയ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്കാണ് സെരിയ എന്ന് പറയുക. ഇനി മൂന്നാമത്തത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യണം? പൂരിപ്പിച്ച് എഴുതണം. ഒന്നാമത്തെ ചോദ്യം, ഇന്നല്ലാഹ യഖ്ബലു ഡാഷ് മാലം യുഅർ. എന്താണ് അവിടെ വേണ്ടത്? തൗബത്തൽ അബ്ദി എന്നാണ്. അപ്പോൾ ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഅർ എന്ന് വരും. രണ്ടാമത്തത്, അൻ തഅബുദ റബ്ബക കഅന്നക ഡാഷ് ഫഇൻ ലം തകുൻ ഡാഷ് ഫഇന്നഹു യറാക. അപ്പോൾ അവിടെ തറാഹു എന്നുള്ളതും തറാഹു രണ്ട് ഭാഗത്തും തറാഹു എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പോൾ അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ എങ്ങനെ വായിക്കും? അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇനി മൂന്നാമത്തത്, ബദറിൽ സംബന്ധിച്ച ഡാഷ് ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ അവസാനത്തതാണ്, ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതാണ് പൂരിപ്പിച്ചെഴുതുമ്പോൾ വരിക. ഒന്നുകൂടെ നോക്കാം. ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നാലാമത്തെ ഭാഗമാണ് യോജിപ്പിക്കാം. അപ്പോൾ അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം,
മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റിലൊന്ന് വായിച്ചു നോക്കാം. ഇൽമ് പഠിക്കുക, നാവ്, സിന, 70 പേർ, യഹൂദികൾ. അപ്പം മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് നാവാണ്. അപ്പോൾ അവിടെ നാവ് എന്നുള്ളത് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. അപ്പോൾ ഇൽമ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും ഇൽമ് പഠിക്കുക എന്നുള്ളത് എടുത്തെഴുതുക. മൂന്നാമത്തത് സത്യവിശ്വാസിയുടെ ഈമാനിനെ കോട്ടം തട്ടുന്ന വൻ കുറ്റം. അതെന്ത് തന്നെയാണ്? സിനയാണ്. അപ്പോൾ അവിടെ സിന എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. നാലാമത്തത് ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ യഹൂദികൾ. അപ്പോൾ യഹൂദികളാണ് ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ. ഇനി അവസാനത്തെ ചോദ്യമാണ് ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവർ 70 പേർ. ഇനി അഞ്ചാമത്തെ ഭാഗം നോക്കാം. ഹിജുറ വർഷം എഴുതുക. അപ്പോൾ താഴെ 4ഓളം സന്ദർഭങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നടന്ന ഹിജ്റ വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തേത് ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷമാണ്. രണ്ടാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് ഹിജ്റ 11-ാം വർഷം. മൂന്നാമത്തെ ചോദ്യം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ 179. നാലാമത്തെ ചോദ്യം മക്ക വിജയം നടന്നത് ഹിജ്റ 8-ാം വർഷം. ഇനി ആറാമത്തെ ഭാഗം സാരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ താഴെ 3 ചോദ്യങ്ങളാണ്. അപ്പോൾ അതിന് അർത്ഥം എഴുതുക. ഒന്നാമത്തത് ഖദ് അഫ്ലഹ മൻ സക്കാഹ. അപ്പം അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു. രണ്ടാമത്തെ ചോദ്യം അഫല അകൂന അബ്ദൻ ഷക്കൂറ. അർത്ഥം എങ്ങനെ വരും? ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ടതില്ലയോ. മൂന്നാമത്തെ അറബി ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ. അർത്ഥം മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. ഇനി അവസാനത്തെ ഭാഗമാണ് 7ാമത്തെ ഭാഗം വ്യക്തമാക്കുക എന്നുള്ളതാണ്. ചോദ്യം 1. നബി തങ്ങളുമായി കരാർ ഉണ്ടാക്കിയ മദീനയിലെ ജൂത ഗോത്രങ്ങൾ ആരെല്ലാമായിരുന്നു? ബനു ഖുറൈള, ബനു ഖൈനുഖാ, ബനു നളീർ. രണ്ടാമത്തെ ചോദ്യം മുഅ്തദ് യുദ്ധത്തിൻ്റെ കാരണമെന്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമക്കാർ വധിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമക്കാർ വധിച്ചു. അതാണ് മുഅ്തദ് യുദ്ധത്തിന് കാരണം. ഇനി മൂന്നാമത്തെ ചോദ്യം മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അടുത്ത് വന്ന് പറഞ്ഞത് എന്താണ്? ഉത്തരം സത്യം വന്നു, അസത്യം നശിച്ചു. നിശ്ചയം അസത്യം നശിക്കാനുള്ളതാണ്, അഥവാ നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. ഇനി നാലാമത്തെ ചോദ്യം തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ഉത്തരം ദുഷിച്ച വിശ്വാസം, വികാരം, വിചാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കൽ. ഇതിനാണ് എന്ത് പറയുക? തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറയുക. ഇനി അഞ്ചാമത്തത് ലജ്ജ എന്നാൽ എന്ത്? ഉത്തരം വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.